ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം Y2K പ്രോബ്ലം ഓഫ് ദ കമ്പ്യൂട്ടർ. ഏതായാലും ഭാരതത്തിലെ ഋഷിവര്യന്മാര് ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. ആ കമ്പ്യൂട്ടറിന്റെ പ്രശ്നമാണ് Y2K, ഇയർ 2000 പ്രോബ്ലം. എന്താ ഇയർ 2000 പ്രോബ്ലം? വേറെ പ്രശ്നമൊന്നുമില്ല. 2 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഓരോ വർഷവും 22,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. 1999 കഴിഞ്ഞ് 2000 ആണ്ട് ആവുമ്പോഴത്തേക്കും അയാൾക്ക് 2,20,000 രൂപ അങ്ങോട്ട് കുറയും. അത്ര കാലം വരെ കൂടിക്കൊണ്ടിരുന്നതാ. എന്താ കുഴപ്പം? അവസാനത്തെ 2 അക്ഷരമുണ്ടല്ലോ, 91, 92, 93, 99 വരെയായി. 99 നിന്ന് 98 കുറച്ചാൽ 1 കിട്ടുക. 98 നിന്ന് 97 കുറച്ചാൽ 1 കിട്ടും. അവസാനത്തെ 2 അക്ഷരത്തിൽ നിന്ന് അതിന്റെ മുമ്പിലത്തെ 2 അക്കങ്ങൾ കുറച്ചാൽ 1 കിട്ടും. 2000 ആവുമ്പോ അവസാനത്തെ 2 അക്കം 00 ഈ 00 നിന്ന് 99 കുറച്ചാൽ എത്രയാ കിട്ടുക? -99. അപ്പൊ -99 വെച്ചിട്ട് കമ്പ്യൂട്ടർ അങ്ങോട്ട് പെരുക്കും. എങ്ങനെയാ പെരുക്കുക? ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചതിന് ശേഷം എന്ത് കിട്ടും? 2 ലക്ഷം ഡെപ്പോസിറ്റ് ഇട്ടവൻ ഇനി 2000 രൂപയും കൂടി ബാങ്കിന് കൊടുക്കേണ്ടി വരും. നെഗറ്റീവ് ആൻസർ വരും. അതാണ് Y2K പ്രോബ്ലം. ഈ Y2K പ്രോബ്ലം പരിഹരിക്കാൻ അവരെല്ലാ വഴിയും നോക്കി. സദ്ദാം ഹുസൈനെ വരെ ക്ഷണിച്ചു നോക്കി. താൻ ഇത് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ താൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇനി കുവൈറ്റിലേക്ക് പോവേ അറേബ്യയിലേക്ക് പോവേ എന്ത് ചെയ്താലും കുഴപ്പമില്ല. സദ്ദാം ഹുസൈൻ പറഞ്ഞു കമ്പ്യൂട്ടർ തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് അവർ 2 കൈയും നിവർത്തി വെച്ചിട്ട് പുറകോട്ട് നോക്കിയത് 180 ഡിഗ്രി. അവിടെ കാണാൻ സാധിക്കും വേദിക് മാത്തമാറ്റിക്സ്. ഈ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് $6 കോടി അമേരിക്കൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് Y2K പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള. ഈ വേദിക് മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ച സമയത്ത് അത് എഴുതിയ വ്യക്തി കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടർ മോഡേൺ കണ്ടുപിടുത്തമാണ്. അതിന് പോലും ഭാരതീയ ചിന്താധാരകള് ഫൈനൽ ആൻസറായി വരുന്നു. മദ്രാസില് വളരെ പ്രസിദ്ധമായ ചാണക്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് Y2K പ്രോബ്ലത്തിന്റെ ഏതാണ്ട് 85% സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചാണക്യ സോഫ്റ്റ്വെയർ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചതാ. എവിടെ നിൽക്കുന്നു ഭാരതീയ ചിന്താധാരകള്? പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ബോട്ടണി ആയാലും സുവോളജി ആയാലും എൻവയോൺമെന്റൽ സയൻസ് ആയാലും ഫിസിക്സ് ആയാലും അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പമായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരപുരാതനമായ ഭാരതീയ സങ്കല്പത്തിന്റെ ആദ്യ വാക്ക് എവിടെയായിരുന്നു? അവിടെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അവസാന വാക്ക്. സൈക്കോളജി എവിടെ നിൽക്കുന്നു? ഇന്ന് സൈക്കോളജി ഫോക്കസ് ചെയ്തിരിക്കുന്നത് 108 ഉപനിഷത്തുക്കളിൽ ഒരു ഉപനിഷത്തുണ്ട്, തുര്യോപനിഷത്ത്. തുര്യ ഉപനിഷത്ത്. മനസ്സിന് 16 സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഓംകാരത്തിന് 16 സ്റ്റേറ്റ് ഉണ്ട്, മനസ്സിന് 16 സ്റ്റേറ്റ് ഉണ്ട്. ആ 16 സ്റ്റേറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യാനാണ് സൈക്കോളജി ഇന്ന് ശ്രമിക്കുന്നത്. ഉജ്ജ്വലമായ ഒരു കോൺട്രിബ്യൂഷൻ തുര്യോപനിഷത്ത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം കണ്ടുപിടിച്ച അതേ കോൺട്രിബ്യൂഷൻ. മാനേജ്മെന്റ് എവിടെ നിൽക്കുന്നു? ക്യാപിറ്റലിസ്റ്റിക് മാനേജ്മെന്റ് മാറുന്നു, കമ്മ്യൂണിസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് മാറ്റുന്നു. നടുക്കുകൂടി പറഞ്ഞ ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് യൂസിംഗ് ധർമ്മ സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത ഭക്തിമാൻ മേ പ്രിയോ നര. സ്തുതിയും നിന്ദയും നോക്കാതെ, ശീതവും ഉഷ്ണവും നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ, സ്വധർമ്മം അഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹതി. നിന്റെ ധർമ്മം ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ഡ്യൂട്ടി. നഹി കശ്ചിത് ക്ഷണമപി യാതുത്തിഷ്ഠത്യ കർമ്മകൃത്. ജീവിതത്തിൽ ഭൂമിയിൽ ജനിച്ച സർവ്വതിനും ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതെ നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ 5100 വർഷം മുമ്പുള്ള അതേ വരിയാണ് ഫിലോസഫിയുടെ അവസാന വാക്കായി ഇന്ന് നിൽക്കുന്നത്. ഭാരതത്തിന്റെ ആത്മീയത എവിടെ നിൽക്കുന്നു? കേരളം ഭരിക്കുന്നത് ഇടതിൽ നിന്ന് ഏറ്റവും ഇടതായവരാ. ഒരു മനുഷ്യൻ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആവും. അത് കഴിഞ്ഞുള്ള ഡിഗ്രി MBBS, അത് കഴിഞ്ഞാൽ MD,
MD കഴിഞ്ഞാൽ FRCS, FRCS കഴിഞ്ഞാൽ MRCP, അത് കഴിഞ്ഞാലുള്ള ഡിഗ്രിയാണ് CPM. അങ്ങനെ അവസാനത്തെ പോയിന്റിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഭരിക്കുന്നത്. 4 മണിക്ക് എന്തിനാ ഈ അസംബ്ലി കോംപ്ലക്സിൽ രാവിലെ ആരും കാണാതെ ഗണപതി ഹോമം നടത്തിയത്? 5-6 നമ്പൂതിരിമാരെ വിളിച്ചു വരുത്തി. ഭാരതത്തിന്റെ ആത്മീയത എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതൊരൊറ്റ ഉദാഹരണം മതി. മറ്റു അമേരിക്കക്കാർ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തു എന്ന് വരും. വേറെ ഒന്നും വേണ്ട. ഇവിടെയുള്ള 150 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന ദാസ് ക്യാപിറ്റലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാം അദ്ദേഹം നോക്കി പോപ്പിന് കൊടുക്കാൻ. പോപ്പ് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി ഭഗവത്ഗീത കൊണ്ടുപോകും. എന്താ ഇതിന്റെ അർത്ഥം? മെഡിറ്റേഷൻ, ക്ലിന്റൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനെ കുറിച്ച് പരീക്ഷിച്ച് അവസാനം ഇലക്ട്രോഎൻസെഫലോഗ്രാം ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ട് അവരൊന്ന് കണ്ടുപിടിച്ചു. നോർമൽ ലെവലിൽ നിൽക്കുന്നവരുടെ ബ്രെയിൻ വേവ്സ് 13.7 ഹാർട്സ് ആണ്. അതിനെ പതുക്കനെ താഴ്ത്തി മെഡിറ്റേഷൻ, ഡീപ്പ് മെഡിറ്റേഷനിൽ എത്തുമ്പോൾ 7.3 ഹെർട്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആധുനികമായ ഒരു സംവിധാനം ഉപയോഗിച്ചും ബ്രെയിൻ വേവ്സിനെ താഴ്ത്താൻ സാധ്യമല്ല. മെഡിറ്റേഷൻ കൊണ്ട് മാത്രം. അങ്ങനെ താഴ്ത്തിയാൽ എന്താ ഗുണം? 10 മിനിറ്റ് ഡീപ്പ് മെഡിറ്റേഷനിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ 10 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതും ബ്രെയിൻ ആക്ടിവേഷൻ ഒരേ എഫക്റ്റാണ്. ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മെഡിറ്റേഷനെ പോലെ മറ്റൊന്നുമില്ല. അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്റർ മെഡിറ്റേഷൻ ആയിരിക്കണമെന്ന് നിയമം വന്നത് കഴിഞ്ഞ വർഷമാണ്. അമേരിക്കയിലെ, ഇന്ത്യയിലല്ല. അമേരിക്കയിൽ നിയമമുണ്ട് മെഡിറ്റേഷനെ കുറിച്ച് മെഡിക്കൽ ബുക്കിൽ ഉണ്ടായിരിക്കണമെന്ന്. അവിടെ മെഡിറ്റേഷൻ നിൽക്കുന്നു. ആത്മീയത ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. UNOയുടെ അകത്ത് പ്രവേശിക്കുന്ന ആരും ഗ്രാജുവേഷന് താഴെ ഉള്ളവരാകരുത് എന്ന് നിർബന്ധമുണ്ട്. അവിടുത്തെ സ്വീപ്പർമാർ പോലും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരൊറ്റയാളെ കയറിയിട്ടുള്ളൂ. 3ാം ക്ലാസ് പഠിച്ച അമൃതാനന്ദമയി ദേവി 187 രാഷ്ട്രങ്ങളെ അഭിസംബോധന ചെയ്ത് ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് മലയാളത്തിൽ ആകാശത്തു നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് നദിയായി എല്ലാം കൂടി മഹാസാഗരത്തിലേക്ക് പോകുന്നത് എപ്രകാരമാണോ 187 രാഷ്ട്രങ്ങളുടെയും ചിന്താധാരകൾ ഒരുമിച്ച് ചേർന്ന് മഹാസാഗരമായി ലോക നന്മയ്ക്ക് പ്രവർത്തിക്കണമെന്നവർ പറഞ്ഞപ്പോൾ മിനിറ്റുകളോളം നീണ്ടുനിന്ന കരഘോഷം ആ UNOയുടെ അകത്തുണ്ടായി. 3ാം ക്ലാസ് പഠിച്ചവരെ UNOയിനകത്തേക്ക് കൊണ്ടുപോകാൻ അവസരം നൽകിയത് ഭാരതീയ ചിന്താധാരയുടെ വക്താവായതുകൊണ്ടാണ്. സത്യസായി ബാബയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ 70ാം ജന്മദിനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതിൽ 3,10,000 പേര് വിദേശികളാണ്. 2,90,000 പേര് സ്വദേശികളും. ഈ 3,10,000 പേരെ പുട്ടപർത്തി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ലെങ്കിൽ പോലും കൊതുകും പട്ടിയും പൂച്ചയും ആടുമുള്ള ഒരൊറ്റ ഗ്രാമം അകത്ത് പോയവർക്കറിയാം. ഈ വേദനകളും ദുഃഖവുമെല്ലാം സഹിച്ച് 3,10,000 എങ്ങനെയാ പുട്ടപർത്തി ഉൾക്കൊണ്ടത്? അവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇവർക്ക് തോന്നാനുണ്ടായ വികാരമേതാണ്? സായിബാബ പ്രതിനിധാനം ചെയ്യുന്ന ഭാരതീയ ചിന്താധാരകള്, അത്യന്താധുനിക ചിന്താധാരകള്, അതാണ് അവരെ ആകർഷിച്ചത്. ഈ സായിബാബയുടെ പ്രസിദ്ധി അങ്ങനെ വളരെ വളരെ കയറി വന്നപ്പോഴത്തേക്കും പോപ്പിനൊരു സംശയമുണ്ടായി. ഈ സായിബാബയാണോ അന്തിക്രിസ്തു? അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലുള്ള പാർട്ടിയാണ് ഡോൺ മറിയോ മസോളിനി. ഇന്ത്യക്കാരനല്ല, ഏഷ്യയിലും ജനിച്ച ആളല്ല. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്നറിഞ്ഞ് 4-5 കന്യാസ്ത്രീകളോടും കൂടി ചേർത്ത് ഡോൺ മറിയോ മസോളിനിയെ സായിബാബയുടെ പുട്ടപർത്തിയിലേക്ക് അയച്ചു, ഇയാൾ അന്തിക്രിസ്തു ആണോ എന്ന് പരിശോധിക്കാൻ. ഡോൺ മറിയോ മസോളിനി സായിബാബയുടെ ഓരോ ചലനവും പരിശോധിച്ചുകൊണ്ടിരുന്നു. വളരെ സുദീർഘമായി പരീക്ഷിച്ച് 10 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോപ്പിന് റിപ്പോർട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചില്ല, ഞാൻ ഇവിടെ കൂടാൻ പോവാം. ഇതൊരു കഥയല്ല. എ കാത്തലിക് പ്രീസ്റ്റ് വിസിറ്റ്സ് ബാബ എന്ന പുസ്തകം 52 രൂപയിൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
മറ്റ് പല രാജ്യങ്ങളിലും അത് ബാൻഡാണ്. ഇന്ത്യയിൽ അത് അവൈലബിൾ. കാത്തലിക് പ്രീസ്റ്റ് വിസിറ്റ്സ് ബാബ. അവസാനം പോപ്പ് ഡോൺ മറിയോ മസോളിനിയോട് പറഞ്ഞു, അല്ല, താൻ തിരിച്ചു വരണം, സിവിയർ കോൺസിക്വൻസ് ഉണ്ടാകും. കുറെ കറസ്പോണ്ടൻസ് നടത്തി അവസാനം വളരെ സിവിയർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പോകുന്ന രീതിയിൽ ഒരു ലെറ്റർ കൂടി പോപ്പ് മസോളിനിക്ക് അയച്ചു. മസോളിനി വളരെ വലിയൊരു പേപ്പർ എടുത്ത് നടുക്കെഴുതി ഓം ശാന്തി ശാന്തി ശാന്തി. അത് തിരിച്ചയച്ചു. വളരെ വലിയൊരു പേപ്പർ എടുത്ത് നടുക്കെഴുതി ഓം ശാന്തി ശാന്തി ശാന്തി. അത് തിരിച്ചയച്ചു. വളരെ വലിയൊരു പേപ്പർ എടുത്ത് നടുക്കെഴുതി ഓം ശാന്തി.